ഗർഭിണികൾ പൈനാപ്പിൾ കഴിച്ചാൽ ഗർഭം അലസി പോകുന്നൊരു ചൊല്ല് നമ്മുടെ നാട്ടിലുണ്ട്. അത് ശരിയാണോ? ഇത് ആത്മാർത്ഥമായിട്ട് വിശ്വസിച്ച് മിക്ക ഗർഭിണികളും പൈനാപ്പിൾ കഴിക്കാറില്ല നമ്മുടെ നാട്ടിൽ. വിദേശത്തൊക്കെ ആളുകളെല്ലാം കഴിക്കും. കാര്യം പൈനാപ്പിളിനോട് ഇത്രയും ഗുണമുള്ള ഒരു ഫ്രൂട്ട് ഗർഭകാലത്ത് കഴിക്കാൻ വേറെ ഇല്ല കേട്ടോ. നല്ല രീതിയിലുള്ള വിശപ്പ് ഉണ്ടാകുന്നതിനും ദഹനത്തിനും മലശോധനയ്ക്കും പൈനാപ്പിൾ വളരെ നല്ലതാണ്. അതോടൊപ്പം തന്നെ ഗർഭിണികൾക്ക് രാവിലെ ഉണ്ടാകുന്ന മോർണിംഗ് സിക്നസ് ഇല്ലേ, തലകറക്കം ഛർദിലൊക്കെ അസ്വസ്ഥതയൊക്കെ, അത് മാറ്റാൻ പൈനാപ്പിൾ അടിപൊളി ഒരു ഫ്രൂട്ട് തന്നെയാണ്. പക്ഷെ എന്താണ് ഇതിന്റെ ഒരു പ്രശ്നം എന്നറിയാവോ? പൈനാപ്പിളിന്റെ ആ കൂറ് ഭാഗത്ത്, പൈനാപ്പിൾ കണ്ടിക്കുമ്പോൾ നടുക്കാണെന്ന ആ കല്ലിച്ച കടുപ്പുള്ള ഭാഗമില്ലേ, അതിനകത്ത് ബ്രോമലിൻ എന്ന് പറയുന്ന ഒരു രാസപദാർത്ഥം ഉണ്ട് കേട്ടോ. ഈ രാസപദാർത്ഥം ചിലർക്ക് അലർജി ഉണ്ടാക്കുകയും ദേഹം ചൊറിഞ്ഞു തടിക്കും, വയറ്റ് വേദനയോ വയറിളക്കമൊക്കെ ഉണ്ടാക്കും. അങ്ങനെയുള്ള ആളുകൾ ഗർഭിണികളാവുമ്പോൾ അമിതമായ തോതിൽ പൈനാപ്പിൾ കഴിച്ചത്, അതായത് ഒരു ദിവസം 2-3 പൈനാപ്പിളൊക്കെ കഴിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ അബോർഷൻ ആകാനുള്ള ഒരു സാധ്യത വളരെ വിരളമായി കാണുന്നുണ്ട്. പൊതുവെ സംഭവിക്കുന്ന ഒരു കാര്യമൊന്നുമല്ല. നമ്മൾ അറിയേണ്ട കാര്യം, പൈനാപ്പിൾ ചെറുതായിട്ടൊന്ന് ചൂടാക്കി കഴിഞ്ഞാൽ തന്നെ അതിനകത്ത് ഈ അംശം എല്ലാം പോകും. ഗർഭിണികൾക്ക് കഴിക്കാം. ഇനി 2-3 പീസൊക്കെ സ്ഥിരമായിട്ട് കഴിച്ചുകൊണ്ട് ഒരു കുഴപ്പമില്ല. അത് ഗർഭകാലത്ത് നല്ല ആരോഗ്യ സംരക്ഷണത്തിന് ഉപയോഗിക്കാവുന്ന ഒരു കാര്യമേ ഉള്ളൂ. പിന്നെ ഇത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ 2-3 പൈനാപ്പിൾ പീസ് കഴിക്കുമ്പോൾ ഒരു ഗർഭം അലസിപ്പോയാൽ അത് ആ കാരണം കൊണ്ട് വേണ്ട. ഗർഭം അലസാൻ ഒത്തിരിയുള്ള കാരണങ്ങളിൽ ഒന്നായിട്ട് മാത്രം കണക്കാക്കിയാൽ മതി. തുമ്മിയാൽ തെറിക്കുന്നതൊക്കെ അങ്ങ് പോകട്ടെന്നേ, അത്രയൊക്കെ ഉള്ളൂ. അപ്പൊ ഇത് കഴിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ വിശപ്പും മലശോധനയൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് ഗർഭിണികൾക്ക് കഴിക്കാം. വൈറ്റമിൻ സി അതുപോലെ മറ്റു വൈറ്റമിനുകളൊക്കെ ഇത്രയുള്ള മറ്റൊരു ഫ്രൂട്ട് വേറെ ഇല്ല. അതുകൊണ്ട് സ്ഥിരമായിട്ട് കഴിച്ചാലും ഒരു കുഴപ്പമില്ല. ധൈര്യമായിട്ട് ആഗ്രഹമുള്ളവർക്കെല്ലാം കഴിക്കാം. ഞാൻ ഒരു രസകരമായ ഒരു കാര്യം പറയട്ടെ, എൻ്റെ അനുഭവമാണ്. ഗർഭിണിയായതിനു ശേഷം അത് അബോർഷനാക്കാൻ താല്പര്യമുള്ള സ്ത്രീകളൊക്കെ തന്നെ ഇത് കിലോ കണക്കിന് മേടിച്ച് കഴിച്ചിട്ടും ഉണ്ടായിട്ടില്ല. പ്രത്യേകിച്ച് അവിവാഹിതരായ പെൺകുട്ടികളൊക്കെ സ്ഥിരമായിട്ട് ഗർഭിണികളായി കഴിഞ്ഞാൽ കളയാൻ വേണ്ടി ഇത് കഴിച്ചിട്ടാണ് കേട്ടോ നമ്മളെയൊക്കെ സമീപിക്കുന്നത്. അതെന്റെ വ്യക്തിപരമായിട്ടൊരു അനുഭവം കൂടിയാണ്. ഞാൻ ഡോക്ടർ മധുജി കണ്ടത്തിൽ, ഹരിപ്പാട്.